ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ 1 സാമുവേൽ 1ഉം 2ഉം അധ്യായങ്ങളിൽ നിന്നുള്ള ഓപ്ഷനോട് കൂടിയ 135 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഈ 2 അധ്യായങ്ങളുടെയും ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 9/5/2026 രാത്രി 8 മുതൽ 10:30 വരെയുള്ള സമയത്ത് നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ മതിയാകുന്നതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. കർത്താവ് എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് എന്താണ്? എ. ജീവൻ, ബി. സമ്പത്ത്, സി. ആയുസ്, ഡി. ഐശ്വര്യം. ഉത്തരം എ. ജീവൻ. ചോദ്യം 2. ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം ആര് ദാവീദിൻ്റെ പുത്രൻ ആയിരിക്കുമെന്ന വിശ്വാസത്തിൻ്റെ ഉറവിടമാണ്? എ. സോളമൻ, ബി. വരാനിരിക്കുന്ന രക്ഷകൻ, സി. മിശിഹ, ഡി. ക്രിസ്തു. ഉത്തരം ബി. വരാനിരിക്കുന്ന രക്ഷകൻ. ചോദ്യം 3. അധ്യായവും വാക്യവും ഏത്? ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. എ. 1 സാമുവേൽ 2:7, ബി. 2:8, സി. 2:9, ഡി. 2:10. ഉത്തരം എ. 1 സാമുവേൽ 2:7. ചോദ്യം 4. കർത്താവ് ആരെയാണ് വന്ധ്യയാക്കിയിരുന്നത്? എ. പെനീന്നായെ, ബി. ഹന്നായെ, സി. സാറായെ, ഡി. അന്നായെ. ഉത്തരം ബി. ഹന്നായെ. ചോദ്യം 5. BC 1050 ഇസ്രായേലിന് ആരുടെ ഭീഷണിയാണ് വർദ്ധിച്ചത്? എ. മൊവാബ്യരുടെ, ബി. ഫിലിസ്ത്യരുടെ, സി. അമ്മോന്യരുടെ, ഡി. എദോമ്യരുടെ. ഉത്തരം ബി. ഫിലിസ്ത്യരുടെ. ചോദ്യം 6. എൽക്കാനയുടെ പിതാവ് ആരായിരുന്നു? എ. എലീഹു, ബി. തോഹു, സി. സൂഫ്, ഡി. യെറോഹാം. ഉത്തരം ഡി. യെറോഹാം. ചോദ്യം 7. കർത്താവിൻ്റെ മുമ്പിൽ താൻ എന്തു പകരുകയായിരുന്നു എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത്? എ. എൻ്റെ ഹൃദയ വികാരങ്ങൾ, ബി. എൻ്റെ ഹൃദയ വിചാരങ്ങൾ, സി. എൻ്റെ ഹൃദയ വ്യഥകൾ, ഡി. എൻ്റെ ഹൃദയവേദനകൾ. ഉത്തരം എ. എൻ്റെ ഹൃദയ വികാരങ്ങൾ. ചോദ്യം 8. എന്നേക്കാൾ കൂടുതൽ നിൻ്റെ മക്കളെ നീ ബഹുമാനിക്കുന്നതെന്ത്? 1 സാമുവേൽ 2:29. ഇവിടെ എന്നേക്കാൾ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ. എൽക്കാന, ബി. ഹന്ന, സി. കർത്താവ്, ഡി. സാമുവൽ. ഉത്തരം സി. കർത്താവ്. ചോദ്യം 9. ഹന്നായുടെ കീർത്തനത്തിന് സമാനമായി പുതിയ നിയമത്തിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതം എഴുതപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? എ. ലൂക്ക 1:46-55, ബി. മത്തായി 1:11-23, സി. ലൂക്ക 1:36-45 വരെ, ഡി. ലൂക്ക 1:26-35 വരെ വാക്യങ്ങൾ. ഉത്തരം എ. ലൂക്ക 1:46-55 വരെ വാക്യങ്ങൾ. ചോദ്യം 10. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 24, ബി. 36, സി. 28, ഡി. 18. ഉത്തരം ബി. 36. ചോദ്യം 11. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ്, അതിന്മേൽ അവിടുന്ന് എന്ത് ചെയ്തിരിക്കുന്നു? എ. ഭൂമിയെ ഉയർത്തിയിരിക്കുന്നു, ബി. ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു, സി. ലോകത്തെ പടുത്തുയർത്തിയിരിക്കുന്നു, ഡി. ഭൂമിയെ ഉറപ്പിച്ചിരിക്കുന്നു. ഉത്തരം ബി. ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. ചോദ്യം 12. ഏത് പശ്ചാത്തലത്തിലാണ് ദാവീദ് കർത്താവിന് ഒരാലയം പണിയാൻ ആഗ്രഹിച്ചത്? എ. പ്രശസ്തി കൈവന്നപ്പോൾ, ബി. സമ്പത്ത് കൈവന്നപ്പോൾ, സി. സമാധാനം കൈവന്നപ്പോൾ, ഡി. ഐശ്വര്യം കൈവന്നപ്പോൾ. ഉത്തരം ഡി. ഐശ്വര്യം കൈവന്നപ്പോൾ. ചോദ്യം 13. ഇസ്രായേൽ ജനത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സാമുവൽ ആരെയാണ് രാജാവായി അഭിഷേകം ചെയ്തത്? എ. സാവൂളിനെ, ബി. ദാവീദിനെ, സി. സോളമനെ, ഡി. ശിമയോനെ. ഉത്തരം എ. സാവൂളിനെ. ചോദ്യം 14.
കർത്താവിന് ഒരു ആലയം പണിയാനുള്ള ദാവീദിൻ്റെ ആഗ്രഹം ആര് വഴിയാണ് കർത്താവ് വിലക്കിയത്? എ. ഏലിയ പ്രവാചകൻ, ബി. ഏശയ്യ പ്രവാചകൻ, സി. ജെറമിയ പ്രവാചകൻ, ഡി. നാഥാൻ പ്രവാചകൻ. ഉത്തരം ഡി. നാഥാൻ പ്രവാചകൻ. ചോദ്യം 15. 1 സാമുവേൽ 1:8 എൽക്കാന ഹന്നായോട് ഞാൻ നിനക്ക് ആരിലും ഉപരിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. എ. സഹോദരരെക്കാളും, ബി. പിതാവിനേക്കാളും, സി. 10 പുത്രിമാരിലും, ഡി. 10 പുത്രന്മാരിലും. ഉത്തരം ഡി. 10 പുത്രന്മാരിലും. ചോദ്യം 16. ഏലിയുടെ പുത്രന്മാർ ആരെല്ലാം? എ. ഫോഹ്നിയും ഫിനെഹാസും, ബി. ഹോഫ്നിയും ഫിനെഹാസും, സി. ഹോഫ്നിയും ഷിനെഹാസും, ഡി. ഫോഹ്നിയും ഷിനെഹാസും. ഉത്തരം ബി. ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 17. ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? എ. ജനങ്ങളുടെ, ബി. പുരോഹിതനായ ഏലിയുടെ, സി. മാതാപിതാക്കളുടെ, ഡി. പുരോഹിതനായ ഏലിയായുടെ. ഉത്തരം ബി. പുരോഹിതനായ ഏലിയുടെ. ചോദ്യം 18. താൻ എന്തു കഴിച്ചിട്ടില്ല എന്നാണ് 1 സാമുവേൽ 1:15 ഹന്ന ഏലിയോട് പറയുന്നത്? എ. മദ്യമോ ലഹരിപാനീയമോ, ബി. വീഞ്ഞോ ലഹരിപാനീയമോ, സി. വിലക്കപ്പെട്ട ഭക്ഷണം, ഡി. വീഞ്ഞോ മദ്യമോ. ഉത്തരം ബി. വീഞ്ഞോ ലഹരിപാനീയമോ. ചോദ്യം 19. 1-2 സാമുവേൽ, 1-2 രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾ എന്തു പേരിലാണ് ഗ്രീക്ക് പരിഭാഷയിൽ പ്രത്യക്ഷപ്പെടുന്നത്? എ. 1-4 സാമുവേൽ, ബി. 1-4 ന്യായാധിപന്മാർ, സി. 1-4 രാജാക്കന്മാർ, ഡി. 1-4 ദിനവൃത്താന്തം. ഉത്തരം സി. 1-4 രാജാക്കന്മാർ. ചോദ്യം 20. 1 സാമുവേൽ 1:8 എൽക്കാന ഹന്നായോടെ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? എ. 2, ബി. 3, സി. 4, ഡി. 5. ഉത്തരം ബി. 3. ചോദ്യം 21. ഹന്ന എപ്രകാരമാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് 1 സാമുവേൽ 1:10 പറയുന്നത്? എ. ഹൃദയം നൊന്ത് കരഞ്ഞ്, ബി. ഹൃദയം നുറുങ്ങി, സി. ഹൃദയം തകർന്ന്, ഡി. ഹൃദയഭേദകമായി. ഉത്തരം എ. ഹൃദയം നൊന്തു കരഞ്ഞ്. ചോദ്യം 22. ഏലിയുടെ പുത്രന്മാരുടെ 2 ദുസ്വഭാവങ്ങളെക്കുറിച്ച് 1 സാമുവേൽ 2:12 പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തേത് ഏത്? എ. ദുർമാർഗികൾ, ബി. കർത്താവിനെ ബഹുമാനിക്കാത്തവർ, സി. അസാന്മാർഗികൾ, ഡി. മദ്യപാനികൾ. ഉത്തരം എ. ദുർമാർഗികൾ. ചോദ്യം 23. എൽക്കാനയുടെ ഭാര്യമാർ ആരെല്ലാം? എ. അന്നായും പെനീനായും, ബി. ഹന്നായും എലീശയും, സി. ഹന്നായും യോവാനെയും, ഡി. ഹന്നായും പെനീനായും. ഉത്തരം ഡി. ഹന്നായും പെനീനായും. ചോദ്യം 24. സാമുവൽ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? എ. ദൈവത്തിൻ്റെ സമ്മാനം, ബി. പ്രകാശം പരത്തുന്നവൻ, സി. കർത്താവിനോട് ചോദിച്ചു വാങ്ങിയവൻ, ഡി. ദൈവത്തിൻ്റെ ദാനം. ഉത്തരം സി. കർത്താവിനോട് ചോദിച്ചു വാങ്ങിയവൻ. ചോദ്യം 25. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. 1 സാമുവേൽ 1:27. ഇവിടെ പ്രസ്താവിക്കുന്ന കുഞ്ഞ് ആരാണ്? എ. ദാവീദ്, ബി. ഇസ്ഹാക്ക്, സി. സാമുവൽ, ഡി. സാവൂൾ. ഉത്തരം സി. സാമുവൽ. ചോദ്യം 26. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ സാവൂൾ മരിച്ചത് എങ്ങനെയാണ്? എ. സ്വന്തം കുതിരയുടെ ചവിട്ടേറ്റ്, ബി. സ്വന്തം രഥത്തിൽ നിന്ന് വീണ്, സി. സ്വന്തം ഭടന്മാരിലൂടെ, ഡി. സ്വന്തം വാളിൽ വീണ്. ഉത്തരം ഡി. സ്വന്തം വാളിൽ വീണ്. ചോദ്യം 27. എത്ര അടയാളങ്ങളാണ് കർത്താവ് അയച്ച ഒരാൾ ഏലിക്ക് നൽകുന്നത്? എ. 4, ബി. 5, സി. 3, ഡി. 2. ഉത്തരം എ. 4. ചോദ്യം 28. ദാവീദ് എത്ര വർഷം ഹെബ്രോൺ ആസ്ഥാനമായി ഭരണം നടത്തി? എ. 5, ബി. 6, സി. 7, ഡി. 8. ഉത്തരം സി. 7. ചോദ്യം 29. ദാവീദ് എവിടെ വെച്ചാണ് പരസ്യമായി അഭിഷിക്തനായത്? എ. ജെറുസലേമിൽ വെച്ച്,
ബി യൂദയായിൽ വെച്ച്, സി ഏദോമിൽ വെച്ച്, ഡി ഹെബ്രോണിൽ വെച്ച്. ഉത്തരം ഡി ഹെബ്രോണിൽ വെച്ച്. ചോദ്യം 30. സാമുവലിന് എത്ര സഹോദരന്മാർ ഉണ്ടായിരുന്നു? എ 3, ബി 2, സി 1, ഡി സഹോദരർ ഇല്ല. ഉത്തരം എ 3. ചോദ്യം 31. ഷീലോയിൽ വെച്ച് ഹന്ന എന്തു ചെയ്തതിന് ശേഷമാണ് എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നത്? എ ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം, ബി ഭർത്താവിനെ സന്ദർശിച്ച ശേഷം, സി ബലി അർപ്പിച്ചതിന് ശേഷം, ഡി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം. ഉത്തരം ഡി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും. ചോദ്യം 32. ഫിലിസ്തർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ വിജയം വരിച്ചെങ്കിലും എപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടാണ് സാവുൾ തിരസ്കൃതനായത്? എ കർത്താവിനെതിരായി, ബി ദൈവഹിതത്തിന് വിരുദ്ധമായി, സി ദൈവത്തിനെതിരായി, ഡി ജനഹിതത്തിന് വിരുദ്ധമായി. ഉത്തരം ബി ദൈവഹിതത്തിന് വിരുദ്ധമായി. ചോദ്യം 33. ഹന്ന കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചത് എത്ര കാര്യങ്ങളാണ്? എ 3, ബി 4, സി 5, ഡി 6. ഉത്തരം ബി 4. ചോദ്യം 34. ബാലനായ സാമുവൽ ആരുടെയെല്ലാം പ്രീതിയിലാണ് വളർന്നു വന്നത്? എ കർത്താവിൻ്റെയും മാതാപിതാക്കളുടെയും, ബി കർത്താവിൻ്റെയും ഏലിയുടെയും, സി കർത്താവിൻ്റെയും പുരോഹിതൻ്റെയും, ഡി കർത്താവിൻ്റെയും മനുഷ്യരുടെയും. ഉത്തരം ഡി കർത്താവിൻ്റെയും മനുഷ്യരുടെയും. ചോദ്യം 35. അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ആരാണ്? എ പാപികൾ, ബി ദുഷ്ടന്മാർ, സി വഞ്ചകർ, ഡി അഹങ്കാരികൾ. ഉത്തരം ബി ദുഷ്ടന്മാർ. ചോദ്യം 36. 1 സാമുവേൽ 2:3 ദൈവത്തിന് കൊടുക്കുന്ന വിശേഷണം എന്ത്? എ കാരുണ്യവാനായ, ബി സർവജ്ഞനായ, സി സർവശക്തനായ, ഡി സ്നേഹം തന്നെയായ. ഉത്തരം ബി സർവജ്ഞനായ. ചോദ്യം 37. അധ്യായവും വാക്യവും ഏത്? ബാലനായ സാമുവലാകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. എ 1 സാമുവേൽ 2:18, ബി 2:19, സി 2:20, ഡി 2:26. ഉത്തരം ഡി 1 സാമുവേൽ 2:26. ചോദ്യം 38. ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നപ്പോൾ ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്ന വ്യക്തി ആരായിരുന്നു? എ പുരോഹിതനായ ഏലി, ബി പുരോഹിതനായ ഏലിയ, സി പുരോഹിതനായ സക്കറിയ, ഡി പുരോഹിതനായ എലീഷ. ഉത്തരം എ പുരോഹിതനായ ഏലി. ചോദ്യം 39. ആകെ എത്ര വർഷമാണ് ദാവീദിൻ്റെ ഭരണകാലം? എ 40, ബി 30, സി 28, ഡി 20. ഉത്തരം എ 40. ചോദ്യം 40. നിന്റെ നാവിൽ നിന്ന് എന്തു പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ പറയുന്നത്? എ ഗർവ്, ബി അസത്യം, സി അശുദ്ധി, ഡി തിന്മ. ഉത്തരം എ ഗർവ്. ചോദ്യം 41. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ ആരോടൊപ്പമാണ് ഇരുത്തുന്നത്? എ രാജാക്കന്മാരോടൊപ്പം, ബി പ്രഭുക്കന്മാരോടൊപ്പം, സി ധനവാന്മാരോടൊപ്പം, ഡി നേതാക്കൾക്കൊപ്പം. ഉത്തരം ബി പ്രഭുക്കന്മാരോടൊപ്പം. ചോദ്യം 42. സർവജ്ഞനായ ദൈവം എന്തു ചെയ്യുന്നു എന്നാണ് 1 സാമുവേൽ 2:3 പറയുന്നത്? എ എല്ലാം നിരീക്ഷിക്കുന്നു, ബി എല്ലാം നിയന്ത്രിക്കുന്നു, സി പ്രവൃത്തികളെ വിലയിരുത്തുന്നു, ഡി പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. ഉത്തരം സി പ്രവൃത്തികളെ വിലയിരുത്തുന്നു. ചോദ്യം 43. ബാഹ്യശത്രുക്കളായ ആരെയെല്ലാം തോൽപ്പിച്ചാണ് ദാവീദ് രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചത്? എ ഫിലിസ്ത്യർ, അമലേക്യർ, മൊവാബ്യർ, ജബൂസ്യർ, ബി ഫിലിസ്ത്യർ, അമ്മോന്യർ, മൊവാബ്യർ, എദോമ്യർ, സി ഫിലിസ്ത്യർ, അമലേക്യർ, മൊവാബ്യർ, എദോമ്യർ, ഡി ഫിലിസ്ത്യർ, അമലേക്യർ, അമ്മോന്യർ, എദോമ്യർ. ഉത്തരം സി ഫിലിസ്ത്യർ, അമലേക്യർ, മൊവാബ്യർ, എദോമ്യർ. ചോദ്യം 44. 1 സാമുവേൽ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തലക്കെട്ട് എന്ത്? എ സാമുവേലിൻ്റെ ജനനം, ബി ഹന്നായുടെ കീർത്തനം, സി സാമുവേലിനെ വിളിക്കുന്നു,
ഡി ഏലിയുടെ പുത്രന്മാർ? ഉത്തരം ഡി ഏലിയുടെ പുത്രന്മാർ. ചോദ്യം 45. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ 18, ബി 24, സി 32, ഡി 28. ഉത്തരം ഡി 28. ചോദ്യം 46. അവസാനത്തെ ന്യായാധിപൻ ആരായിരുന്നു? എ സാമുവൽ, ബി ദാവീദ്, സി ഏലി, ഡി സാവൂൾ. ഉത്തരം എ സാമുവൽ. ചോദ്യം 47. 1 സാമുവേൽ 1:26 ഹന്ന ഏലിയെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ച വാക്ക് ഏതാണ്? എ പ്രഭോ, ബി ഗുരു, സി പിതാവേ, ഡി സഹോദര. ഉത്തരം ബി ഗുരു. ചോദ്യം 48. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ പാലിച്ചില്ല. ഇവിടെ പറയുന്ന അവർ ആരാണ്? എ ഏലിയുടെ പുത്രന്മാർ, ബി ദാവീദിൻ്റെ പുത്രന്മാർ, സി സാവൂളിൻ്റെ പുത്രന്മാർ, ഡി എലീഷായുടെ പുത്രന്മാർ. ഉത്തരം എ ഏലിയുടെ പുത്രന്മാർ. ചോദ്യം 49. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. 1 സാമുവേൽ 2:9 തുടർന്ന് പറയുന്നത് എന്താണ്? എ ശക്തിയാൽ ആരും ബലവാനാകുന്നില്ല, ബി കർത്താവിനെ കൂടാതെ ആരും പ്രബലനാകുന്നില്ല, സി ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല, ഡി അവിശ്വസ്തർക്ക് കാലിടറുന്നു. ഉത്തരം സി ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. ചോദ്യം 50. ഹന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർത്തിക്കുന്ന 4 കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏത്? എ എന്നെ അനുസ്മരിക്കണമേ, ബി ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല, സി പുത്രനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും, ഡി അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. ഉത്തരം ഡി അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. ചോദ്യം 51. 1 സാമുവേൽ 1:7 ഹന്ന ചെയ്തിരുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തേത് എന്ത്? എ കരയുക, ബി ബലിയർപ്പിക്കുക, സി ഭക്ഷണം കഴിക്കാതിരിക്കുക, ഡി മൗനി ആയിരിക്കുക. ഉത്തരം സി ഭക്ഷണം കഴിക്കാതിരിക്കുക. ചോദ്യം 52. തെറ്റു മനസ്സിലാക്കിയ ദാവീദ് ഉള്ളുരുകി അനുതപിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഭാഗം ഏതാണ്? എ സങ്കീർത്തനങ്ങൾ 51, ബി സങ്കീർത്തനം 125, സി സങ്കീർത്തനം 91, ഡി സങ്കീർത്തനം 77. ഉത്തരം എ സങ്കീർത്തനങ്ങൾ 51-ാം അധ്യായം. ചോദ്യം 53. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്, അതുപോലെ എന്ത് ചെയ്യുന്നതും കർത്താവാണ് എന്നാണ് 1 സാമുവേൽ 2:7 പറയുന്നത്. എ രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും, ബി രാജാവാക്കുന്നതും യാചകനാക്കുന്നതും, സി താഴ്ത്തുന്നതും ഉയർത്തുന്നതും, ഡി അടുത്ത് നിർത്തുന്നതും അകറ്റി നിർത്തുന്നതും. ഉത്തരം സി താഴ്ത്തുന്നതും ഉയർത്തുന്നതും. ചോദ്യം 54. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ആര് മധ്യസ്ഥം വഹിക്കും എന്നാണ് 1 സാമുവേൽ 2:25 പറയുന്നത്. എ കർത്താവ് അവന് വേണ്ടി, ബി പുരോഹിതൻ അവന് വേണ്ടി, സി ദൈവം അവന് വേണ്ടി, ഡി ദൈവജനം അവന് വേണ്ടി. ഉത്തരം സി ദൈവം അവന് വേണ്ടി. ചോദ്യം 55. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞ് ഏലി അനുഗ്രഹിച്ചിരുന്നത് ആരെയാണ്? എ എൽക്കാനയെയും പെനീനായെയും, ബി സാവൂളിനെയും ഭാര്യയെയും, സി പെനീനായെയും ഹന്നായെയും, ഡി എൽക്കാനയെയും ഭാര്യയെയും. ഉത്തരം ഡി എൽക്കാനയെയും ഭാര്യയെയും. ചോദ്യം 56. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആരാണ്? എ ഏലിയ, ബി എലീഷ, സി ഏലി, ഡി എൽക്കാന. ഉത്തരം സി ഏലി. ചോദ്യം 57. എന്തിനു മുമ്പ് തന്നെ ബലിയർപ്പിക്കുന്നവനോട് പുരോഹിതൻ്റെ ഭൃത്യൻ വന്ന് പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറേ മാംസം തരിക എന്ന് ആവശ്യപ്പെട്ടിരുന്നത്? എ പ്രാർത്ഥനയ്ക്ക്, ബി ആരാധനയ്ക്ക്, സി മേധസ് ദഹിപ്പിക്കുന്നതിന്, ഡി പ്രഭാതത്തിന്. ഉത്തരം സി മേധസ് ദഹിപ്പിക്കുന്നതിന്. ചോദ്യം 58. 1 സാമുവേൽ 1-ാം അധ്യായത്തിലെ അവസാന വാക്യം എന്താണ്? എ അവർ കർത്താവിനെ സ്തുതിച്ചു, ബി അവർ കർത്താവിനെ പ്രകീർത്തിച്ചു, സി കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ, ഡി അവർ കർത്താവിനെ ആരാധിച്ചു.
ഉത്തരം ഡി. അവർ കർത്താവിനെ ആരാധിച്ചു. ചോദ്യം 59. ദാവീദ് ഹെബ്രോണിൽ നിന്ന് തലസ്ഥാനം എവിടേക്കാണ് മാറ്റിയത്? എ. ദമാസ്കസിലേക്ക്, ബി. ജെറുസലേമിലേക്ക്, സി. ബെത്ലഹേമിലേക്ക്, ഡി. ബഥേലിലേക്ക്. ഉത്തരം ബി. ജെറുസലേമിലേക്ക്. ചോദ്യം 60 പൂരിപ്പിക്കുക. തൻ്റെ ഡാഷ് ശക്തി കൊടുക്കും, തൻ്റെ ഡാഷ് ശിരസ്സുയരുമാറാക്കും. എ. കരങ്ങൾക്ക് ശിഷ്യരുടെ, ബി. ദാസന് അഭിഷിക്തൻ്റെ, സി. രാജാവിന് അഭിഷിക്തൻ്റെ, ഡി. രാജാവിന് മക്കളുടെ. ഉത്തരം സി. രാജാവിന് അഭിഷിക്തൻ്റെ. ചോദ്യം 61. തൻ്റെ പുത്രന്മാരായ ഹോഫ്നിക്കും ഫിനെഹാസിനും എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് അയച്ച ഒരാൾ ഏലിയോട് പറയുന്നത്? എ. സ്ഥാനഭ്രഷ്ടരാകും, ബി. നാട് കടത്തപ്പെടും, സി. വധിക്കപ്പെടും, ഡി. ഒരേ ദിവസം തന്നെ മരിക്കും. ഉത്തരം ഡി. ഒരേ ദിവസം തന്നെ മരിക്കും. ചോദ്യം 62. ആരെപ്പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല എന്നാണ് 1 സാമുവേൽ 2:2 പറയുന്നത്? എ. ദൈവത്തെപ്പോലെ, ബി. സർവശക്തനെപ്പോലെ, സി. കർത്താവിനെ പോലെ, ഡി. സൃഷ്ടാവിനെ പോലെ. ഉത്തരം സി. കർത്താവിനെ പോലെ. ചോദ്യം 63. റാമാത്തയും സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു? എ. ജെറുസലേമിൽ, ബി. യൂദയായിൽ, സി. ഹെബ്രോൺ താഴ്വരയിൽ, ഡി. എഫ്രായിം മലനാട്ടിൽ. ഉത്തരം ഡി. എഫ്രായിം മലനാട്ടിൽ. ചോദ്യം 64. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ ആരാണ് പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി എടുത്തിരുന്നത്? എ. ദേവാലയ സൂക്ഷിപ്പുകാർ, ബി. പുരോഹിതൻ്റെ ഭൃത്യൻ, സി. ദേവാലയ ശുശ്രൂഷകർ, ഡി. പുരോഹിതൻ്റെ പുത്രൻ. ഉത്തരം ബി. പുരോഹിതൻ്റെ ഭൃത്യൻ. ചോദ്യം 65. ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം എന്തിനു വേണ്ടി എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ എന്ന് യാചിക്കും എന്നാണ് 1 സാമുവേൽ 2:36 പറയുന്നത്? എ. ഒരു വെള്ളിക്കാശിനു വേണ്ടി, ബി. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി, സി. ഒരു കഷണം അപ്പം ലഭിക്കേണ്ടതിന്, ഡി. ഒന്ന് തല ചായ്ക്കുവാനായി. ഉത്തരം സി. ഒരു കഷണം അപ്പം ലഭിക്കേണ്ടതിന്. ചോദ്യം 66. സാമുവേലിൻ്റെ പുത്രന്മാരുടെ നേതൃത്വം സ്വീകാര്യമാകാതിരുന്ന ഇസ്രായേൽ ജനം എന്തിനു വേണ്ടിയാണ് ശഠിച്ചത്? എ. അവരെ പുറത്താക്കാൻ, ബി. തങ്ങൾക്കൊരു രാജാവ് വേണമെന്ന്, സി. രാജഭരണത്തിനു വേണ്ടി, ഡി. പുതിയ നേതൃത്വത്തിനു വേണ്ടി. ഉത്തരം ബി. തങ്ങൾക്കൊരു രാജാവ് വേണമെന്ന്. ചോദ്യം 67. വളരെയേറെ എന്ത് അനുഭവിക്കുന്നവളാണ് താൻ എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത്? എ. ഹൃദയവ്യഥ, ബി. മാനസിക വ്യഥ, സി. മനോവേദന, ഡി. മാനസിക പീഡനം. ഉത്തരം സി. മനോവേദന. ചോദ്യം 68. ബാലനായ സാമുവേലിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ പോയപ്പോൾ ഹന്ന 3 കാഴ്ചവസ്തുക്കൾ കൂടെ കരുതിയിരുന്നു. അതിൽ മൂന്നാമത്തെ കാഴ്ചവസ്തു എന്താണ്? എ. ഒരു ഏഫ മാവ്, ബി. ഒരു കലം വീഞ്ഞ്, സി. ഒരു കുടം വീഞ്ഞ്, ഡി. 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി. ഉത്തരം സി. ഒരു കുടം വീഞ്ഞ്. ചോദ്യം 69. മക്കളില്ലാതിരുന്ന എൽക്കാനയുടെ ഭാര്യയുടെ പേരെന്ത്? എ. പെനീന, ബി. സൂസന്ന, സി. ഹന്ന, ഡി. സലോമി. ഉത്തരം സി. ഹന്ന. ചോദ്യം 70. ബാലനായ സാമുവേൽ ധരിച്ചിരുന്ന വസ്ത്രം എപ്രകാരമുള്ളതായിരുന്നു? എ. പട്ടുനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം, ബി. ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം, സി. തൊങ്ങലുകൾ പിടിപ്പിച്ച, ഡി. സ്വർണ്ണനൂൽ കൊണ്ട് നെയ്തത്. ഉത്തരം ബി. ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. ചോദ്യം 71. കർത്താവ് ആരെയാണ് ഛിന്നഭിന്നമാക്കുന്നത്? എ. ശത്രുക്കളെ, ബി. അഹങ്കാരികളെ, സി. ദുഷ്ടരെ, ഡി. പ്രതിയോഗികളെ. ഉത്തരം ഡി. പ്രതിയോഗികളെ. ചോദ്യം 72. ആര് ആരോട് പറഞ്ഞു? കർത്താവ് ഇപ്രകാരം പറയുന്നു: നിന്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. എ. കർത്താവ് അയച്ച ഒരാൾ ഏലിയോട്, ബി. നാഥാൻ പ്രവാചകൻ ഏലിയോട്, സി. കർത്താവ് അയച്ച ഒരാൾ സാമുവേലിനോട്, ഡി. ഏലി സാമുവേലിനോട്. ഉത്തരം എ. കർത്താവ് അയച്ച ഒരാൾ ഏലിയോട്.
ചോദ്യം 73. 1 സാമുവേൽ 1:7 ഹന്ന ചെയ്തിരുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തേത് എന്ത്? എ. ഭക്ഷണം കഴിക്കാതിരിക്കുക, ബി. പ്രാർത്ഥിക്കുക, സി. കരയുക, ഡി. ബലിയർപ്പിക്കുക. ഉത്തരം സി. കരയുക. ചോദ്യം 74. കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല എന്ന അഭിപ്രായമുണ്ടായിരുന്ന വ്യക്തി ആരാണ്? എ. സാമുവൽ, ബി. ഏലി, സി. എൽക്കാന, ഡി. ഹന്ന. ഉത്തരം എ. സാമുവൽ. ചോദ്യം 75. രണ്ടാമത്തെ അടയാളത്തിൽ എൻ്റെ എന്തിനനുസരിച്ച് അവൻ പ്രവർത്തിക്കും എന്നാണ് കർത്താവ് അയച്ച ഒരാൾ ഏലിയോട് പറയുന്നത്? എ. വചനമനുസരിച്ച്, ബി. കൽപ്പനയ്ക്കനുസരിച്ച്, സി. ഇംഗിതത്തിനനുസരിച്ച്, ഡി. ഹൃദയാഭിലാഷമനുസരിച്ച്. ഉത്തരം ഡി. ഹൃദയാഭിലാഷമനുസരിച്ച്. ചോദ്യം 76. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായ്ക്കും അവരുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും എന്തു കൊടുത്തിരുന്നു? എ. സമ്മാനങ്ങൾ, ബി. ഓഹരി, സി. വിശേഷ വസ്ത്രങ്ങൾ, ഡി. സമ്പത്തിൻ്റെ ഒരു വിഹിതം. ഉത്തരം ബി. ഓഹരി. ചോദ്യം 77. ബാലനായ സാമുവലിനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായി ഹന്ന എന്തിനെയാണ് ബലിയർപ്പിച്ചത്? എ. 3 വയസ്സുള്ള ഒരു കാളക്കുട്ടിയെ, ബി. 3 വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടിയെ, സി. 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെ, ഡി. 1 കുടം വീഞ്ഞ്. ഉത്തരം എ. 3 വയസ്സുള്ള ഒരു കാളക്കുട്ടിയെ. ചോദ്യം 78. ആരുടെ നേതൃത്വമാണ് ഇസ്രായേൽ ജനത്തിന് സ്വീകാര്യമാകാതിരുന്നത്? എ. സാവൂളിൻ്റെ പുത്രന്മാരുടെ, ബി. ഏലിയുടെ പുത്രന്മാരുടെ, സി. സാമുവലിൻ്റെ പുത്രന്മാരുടെ, ഡി. ദാവീദിൻ്റെ പുത്രന്മാരുടെ. ഉത്തരം സി. സാമുവലിൻ്റെ പുത്രന്മാരുടെ. ചോദ്യം 79. ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് വർഷം തോറും പോകുമ്പോൾ സാമുവലിൻ്റെ അമ്മ അവന് കൊടുത്തിരുന്നത് എന്താണ്? എ. ഓഹരി, ബി. ഇഷ്ടപ്പെട്ട ഭക്ഷണം, സി. ചെറിയ ഉടുപ്പ്, ഡി. 1 കുടം വീഞ്ഞ്. ഉത്തരം സി. ചെറിയ ഉടുപ്പ്. ചോദ്യം 80. നിങ്ങളെപ്പറ്റി ആര് പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല എന്നാണ് ഏലി പുത്രന്മാരോട് പറയുന്നത്? എ. പൊതുജനം, ബി. ദൈവജനം, സി. ഭൃത്യന്മാർ, ഡി. സുഹൃത്തുക്കൾ. ഉത്തരം ബി. ദൈവജനം. ചോദ്യം 81. ഹന്നായുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച ഏലിക്ക് അവളെക്കുറിച്ച് എന്താണ് തോന്നിയത്? എ. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു, ബി. അവൾ വലിയ ഹൃദയവ്യഥ അനുഭവിക്കുന്നവളെന്ന്, സി. അവൾ മാനസിക വ്യഥ അനുഭവിക്കുന്നവളെന്ന്, ഡി. അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന്. ഉത്തരം ഡി. അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന്. ചോദ്യം 82. സാവൂളിന് പകരം അദ്ദേഹം അറിയാതെ സാമുവേൽ അഭിഷേകം ചെയ്തത് ആരെയാണ്? എ. സോളമനെ, ബി. ഏലിയുടെ പുത്രനായ ഫിനെഹാസിനെ, സി. ജെസ്സയുടെ പുത്രനായ ദാവീദിനെ, ഡി. ജെസ്സയുടെ പുത്രനായ അബീനാദാബിനെ. ഉത്തരം സി. ജെസ്സയുടെ പുത്രനായ ദാവീദിനെ. ചോദ്യം 83. അത്യധികമായ എന്തുമൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് എന്നാണ് 1 സാമുവേൽ 1:16 ഹന്ന ഏലിയോട് പറയുന്നത്? എ. ആകുലതയും ഹൃദയവ്യഥയും, ബി. ആകുലതയും അസ്വസ്ഥതയും, സി. ഉത്കണ്ഠയും അസ്വസ്ഥതയും, ഡി. ആകുലതയും അസ്വാസ്ഥ്യവും. ഉത്തരം ബി. ആകുലതയും അസ്വസ്ഥതയും. ചോദ്യം 84. ദാവീദിൻ്റെ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിച്ചവർ ആരൊക്കെയായിരുന്നു? എ. സാവൂളിൻ്റെ മകൻ അബ്സലോമും സ്വന്തം മകൻ ഇഷ്ബാലും, ബി. സാവൂളിൻ്റെ മകൻ ഇഷ്ബാലും സ്വന്തം മകൻ അബ്സലോമും, സി. സ്വന്തം മകൻ ഇഷ്ബാലും സാവൂളിൻ്റെ മകൻ അബ്സലോമും, ഡി. സാവൂളിൻ്റെ മകൻ ഫിനെഹാസും സ്വന്തം മകൻ അബ്സലോമും. ഉത്തരം ബി. സാവൂളിൻ്റെ മകൻ ഇഷ്ബാലും സ്വന്തം മകൻ അബ്സലോമും. ചോദ്യം 85. എൻ്റെ ഹൃദയം കർത്താവിൽ എന്തു ചെയ്യുന്നു എന്നാണ് ഹന്ന പ്രാർത്ഥിച്ചത്? എ. സന്തോഷിക്കുന്നു, ബി. ആഹ്ലാദിക്കുന്നു, സി. ഒന്നായിത്തീരുന്നു, ഡി. ആനന്ദിക്കുന്നു. ഉത്തരം ഡി. ആനന്ദിക്കുന്നു. ചോദ്യം 86. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി എന്തു ചെയ്യുന്നു? എ. ഭിക്ഷ യാചിക്കുന്നു, ബി. കൈനീട്ടുന്നു, സി. അടിമവേല ചെയ്യുന്നു, ഡി. കൂലിപ്പണി ചെയ്യുന്നു. ഉത്തരം ഡി. കൂലിപ്പണി ചെയ്യുന്നു.
ചോദ്യം 87. സാമുവലിൻ്റെ പേരിലുള്ള 2 പുസ്തകങ്ങളുടെ ഉള്ളടക്കം ആരുടെ കാലം മുതൽ ആരുടെ ഭരണത്തിൻ്റെ അവസാനം വരെയുള്ള ചരിത്രമാണ് വിവരിക്കുന്നത്? എ. ദാവീദ് മുതൽ സാമുവൽ വരെ, ബി. സാമുവൽ മുതൽ ദാവീദ് വരെ, സി. സാമുവൽ മുതൽ സാവൂൾ വരെ, ഡി. സാമുവൽ മുതൽ ജോഷു വരെ. ഉത്തരം ബി. സാമുവൽ മുതൽ ദാവീദ് വരെ. ചോദ്യം 88. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ഷീലോയിലെ ആരായിരുന്നു? എ. കർത്താവിൻ്റെ പുരോഹിതന്മാർ, ബി. കർത്താവിൻ്റെ ദാസന്മാർ, സി. ദേവാലയ ശുശ്രൂഷകർ, ഡി. ദേവാലയ സൂക്ഷിപ്പുകാർ. ഉത്തരം എ. കർത്താവിൻ്റെ പുരോഹിതന്മാർ. ചോദ്യം 89. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് ഏതു വചനത്തിലാണ്? എ. 1 സാമുവൽ 2:13, ബി. 2:30, സി. 2:20, ഡി. 2:9. ഉത്തരം ബി. 1 സാമുവൽ 2:30. ചോദ്യം 90. കർത്താവ് പ്രതിയോഗികളെ ഛിന്നഭിന്നമാക്കുന്നതിനൊപ്പം അവർക്കെതിരെ എന്തുകൂടി ചെയ്യുന്നു? എ. കന്മഴ പെയ്യ്ക്കുന്നു, ബി. യുദ്ധം ചെയ്യുന്നു, സി. ശത്രുക്കളെ അയക്കുന്നു, ഡി. ആകാശത്തിൽ ഇടിമുഴക്കുന്നു. ഉത്തരം ഡി. ആകാശത്തിൽ ഇടിമുഴക്കുന്നു. ചോദ്യം 91. എൽക്കാന ഭാര്യ പെനീന്നായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നത് എന്നാണ്? എ. ബലിയർപ്പിക്കുന്ന ദിവസം, ബി. തൻ്റെ ജന്മദിനത്തിന്, സി. തൻ്റെ വിവാഹ ദിനത്തിന്, ഡി. പെസഹ തിരുനാളിന്. ഉത്തരം എ. ബലിയർപ്പിക്കുന്ന ദിവസം. ചോദ്യം 92. 1 സാമുവൽ 2:8 പ്രതിപാദിക്കുന്ന 5 കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏത്? എ. ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു, ബി. അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ്, സി. അഗതിയെ കുപ്പിയിൽ നിന്ന് സമുദ്ധരിക്കുന്നു, ഡി. ദരിദ്രനെ ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു. ഉത്തരം സി. അഗതിയെ കുപ്പിയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. ചോദ്യം 93. എൽക്കാന ആരെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായാണ് വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോയിരുന്നത്? എ. ഇസ്രായേലിൻ്റെ ദൈവത്തെ, ബി. സൈന്യങ്ങളുടെ ദൈവത്തെ, സി. സൈന്യങ്ങളുടെ കർത്താവിനെ, ഡി. സർവശക്തനായ കർത്താവിനെ. ഉത്തരം സി. സൈന്യങ്ങളുടെ കർത്താവിനെ. ചോദ്യം 94. നാഥാൻ പ്രവാചകൻ വഴി കർത്താവ് നൽകിയ വാഗ്ദാനപ്രകാരം ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ പ്രത്യേകത എന്താണ്? എ. മഹിമയുടെ സിംഹാസനമാണ്, ബി. മഹത്വത്തിൻ്റെ സിംഹാസനമാണ്, സി. എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനമാണ്, ഡി. ദൈവത്തിൻ്റെ സിംഹാസനം പോലെയാണ്. ഉത്തരം സി. എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനമാണ്. ചോദ്യം 95. ആര് ആരോട് പറഞ്ഞു? എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. എ. ഏലി പെനീന്നായോട്, ബി. ഏലി എൽക്കാനയോട്, സി. ഏലി സ്വപുത്രനോട്, ഡി. ഏലി ഹന്നായോട്. ഉത്തരം ഡി. ഏലി ഹന്നായോട്. ചോദ്യം 96. സോളമൻ്റെ മാതാവ് ആരാണ്? എ. ബത്ശബ, ബി. മറിയം, സി. താമാർ, ഡി. റൂത്ത്. ഉത്തരം എ. ബത്ശബ. ചോദ്യം 97. ഏലിയുടെ പുത്രന്മാർ തീർത്തും അശ്രദ്ധയോടെ വീക്ഷിച്ചത് എന്താണ്? എ. ബലിയർപ്പണത്തെ, ബി. മേധസ് ദഹിപ്പിക്കുന്നതിനെ, സി. കർത്താവിനുള്ള അർച്ചനയെ, ഡി. കർത്താവിനുള്ള നേർച്ചയെ. ഉത്തരം സി. കർത്താവിനുള്ള അർച്ചനയെ. ചോദ്യം 98. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പിയിൽ നിന്ന് സമുദ്ധരിക്കുന്നു, അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി എന്തിന് അവകാശികളാക്കുന്നു എന്നാണ് 1 സാമുവൽ 2:8 പറയുന്നത്? എ. മഹിമയുടെ സിംഹാസനത്തിന്, ബി. രാജ്യഭരണത്തിന്, സി. രാജകീയ സിംഹാസനത്തിന്, ഡി. ഉന്നത സ്ഥാനങ്ങൾക്ക്. ഉത്തരം ഡി. ഉന്നത സ്ഥാനങ്ങൾക്ക്. ചോദ്യം 99. 1 സാമുവേൽ 2-ാം അധ്യായത്തിന് എത്ര തലക്കെട്ടുകൾ ഉണ്ട്? എ. 2, ബി. 3, സി. 4, ഡി. 5. ഉത്തരം എ. 2. ചോദ്യം 100. മറ്റ് ജനതകളുടേതേ പോലെ ഒരു രാജാവുണ്ടായാൽ തങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നാണ് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചത്? എ. സന്തോഷവും സമാധാനവും, ബി. സമ്പത്തും ഐശ്വര്യവും, സി. സമ്പത്തും സമാധാനവും, ഡി. സമാധാനവും ഐശ്വര്യവും. ഉത്തരം ഡി. സമാധാനവും ഐശ്വര്യവും.
ചോദ്യം 101. ഏലിയുടെ പുത്രന്മാരുടെ 2 ദുസ്വഭാവങ്ങളെക്കുറിച്ച് 1 സാമുവേൽ 2:12 പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തേത് ഏത്? എ. അഹങ്കാരികൾ, ബി. തന്നിഷ്ടക്കാർ, സി. കർത്താവിനെ ബഹുമാനിക്കാത്തവർ, ഡി. കലഹപ്രിയർ. ഉത്തരം സി. കർത്താവിനെ ബഹുമാനിക്കാത്തവർ. ചോദ്യം 102. ഏത് കാലഘട്ടത്തിലാണ് ഇസ്രായേലിന് ഫിലിസ്ത്യരുടെ ഭീഷണി വർദ്ധിച്ചത്? എ. BC 950 ബി. BC 1150 സി. BC 1500 ഡി. BC 1050. ഉത്തരം ഡി. BC 1050. ചോദ്യം 103. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്തതിന് ശേഷമാണ് റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങിയത്? എ. ബലി അർപ്പിച്ചതിന് ശേഷം, ബി. കർത്താവിന് നന്ദി പറഞ്ഞതിന് ശേഷം, സി. കർത്താവിനെ ആരാധിച്ചതിന് ശേഷം, ഡി. കർത്താവിന് കാഴ്ചയർപ്പിച്ചതിന് ശേഷം. ഉത്തരം സി. കർത്താവിനെ ആരാധിച്ചതിന് ശേഷം. ചോദ്യം 104. എഫ്രായിം മലനാട്ടിലെ എവിടെയാണ് സൂഫ് വംശജനായ എൽക്കാന താമസിച്ചിരുന്നത്? എ. റാമാത്തയിൽ, ബി. റാമാത്തൈമിൽ, സി. റാമായിൽ, ഡി. ബത്ലഹേമിൽ. ഉത്തരം ബി. റാമാത്തൈമിൽ. ചോദ്യം 105. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, തുടർന്നു വരുന്ന വാക്യമെന്ത്? എ. ബലഹീനരാകട്ടെ രക്ഷ പ്രാപിക്കുന്നു, ബി. ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു, സി. ബലഹീനരാകട്ടെ സ്വതന്ത്രരാകുന്നു, ഡി. ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. ഉത്തരം ഡി. ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. ചോദ്യം 106. കർത്താവ് പാതാളത്തിലേക്ക് ഇറക്കുന്നതുപോലെ തന്നെ എന്തു ചെയ്യുന്നു? എ. കര കയറ്റുകയും ചെയ്യുന്നു, ബി. അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു, സി. അവിടെ നിന്ന് പുറത്തിറക്കുകയും ചെയ്യുന്നു, ഡി. അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തരം ബി. അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ചോദ്യം 107. തൻ്റെ എന്താണ് കർത്താവിൽ ഉയർന്നിരിക്കുന്നത് എന്നാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്? എ. ശിരസ്, ബി. ഹൃദയം, സി. വിചാരങ്ങൾ, ഡി. കരങ്ങൾ. ഉത്തരം എ. ശിരസ്. ചോദ്യം 108. അധ്യായവും വാക്യവും ഏത്? വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. എ. 1 സാമുവേൽ 1:4, ബി. 1:5, സി. 1:6, ഡി. 1:7. ഉത്തരം സി. 1 സാമുവേൽ 1:6. ചോദ്യം 109. എൽക്കാന ഏത് വംശജൻ ആയിരുന്നു? എ. സൂഫ് വംശജൻ, ബി. ഇസ്രായേൽ വംശജൻ, സി. ലേവി വംശജൻ, ഡി. ദാൻ വംശജൻ. ഉത്തരം എ. സൂഫ് വംശജൻ. ചോദ്യം 110. അധ്യായവും വാക്യവും ഏത്? ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. എ. 1 സാമുവേൽ 1:24, ബി. 1:25, സി. 1:26, ഡി. 1:27. ഉത്തരം ഡി. 1 സാമുവേൽ 1:27. ചോദ്യം 111. എന്നേക്കും വസിക്കുന്നതിനായി എവിടെയുള്ള കർത്താവിൻ്റെ ആലയത്തിലേക്കാണ് ഹന്ന ബാലനായ സാമുവേലിനെ കൊണ്ടുവന്നത്? എ. ഷീലോയിലുള്ള, ബി. ഹെബ്രോനിലുള്ള, സി. റാമായിലുള്ള, ഡി. ജെറുസലേമിലുള്ള. ഉത്തരം എ. ഷീലോയിലുള്ള. ചോദ്യം 112. എന്ത് സംഭവിക്കാൻ ആർക്കും ഇടയാകാത്ത വിധം നിൻ്റെയും നിൻ്റെ പിതൃകുടുംബത്തിൻ്റെയും ശക്തി ഞാൻ ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തിരിക്കുന്നു എന്നാണ് 1 സാമുവേൽ 2:31 പറയുന്നത്? എ. രക്ഷപ്പെടാൻ, ബി. വാർദ്ധക്യത്തിലെത്താൻ, സി. സ്വന്തം ഭവനത്തിലെത്താൻ, ഡി. കർത്താവിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഉത്തരം ബി. വാർദ്ധക്യത്തിലെത്താൻ. ചോദ്യം 113. 3 കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ എൻ്റെ പുരോഹിതനായി തിരഞ്ഞെടുത്തു എന്ന് 1 സാമുവേൽ 2:28 പറയുന്നു. ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ത്? എ. എഫോദ് ധരിക്കാൻ, ബി. ബലിപീഠത്തെ സമീപിക്കാൻ, സി. ബലി അർപ്പിക്കാൻ, ഡി. ധൂപാർപ്പണം നടത്താൻ. ഉത്തരം ഡി. ധൂപാർപ്പണം നടത്തൽ. ചോദ്യം 114. നമ്മുടെ ദൈവത്തെപ്പോലെ എപ്രകാരമുള്ള ഒരു ആശ്രയമില്ല എന്നാണ് 1 സാമുവേൽ 2:2 പറയുന്നത്? എ. വിശ്വസ്തനായ, ബി. സർവശക്തനായ, സി. കരുണാമയനായ, ഡി. സുസ്ഥിരമായ. ഉത്തരം ഡി. സുസ്ഥിരമായ.
ചോദ്യം 115. തൻ്റെ അധരം എന്തു ചെയ്യുന്നു എന്നാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്? എ. കർത്താവിനെ സ്തുതിക്കുന്നു. ബി. ശത്രുക്കളെ പരിഹസിക്കുന്നു. സി. കർത്താവിനെ ആരാധിക്കുന്നു. ഡി. കർത്താവിനെ വാഴ്ത്തുന്നു. ഉത്തരം ബി. ശത്രുക്കളെ പരിഹസിക്കുന്നു. ചോദ്യം 116. എലീഹുവിൻ്റെ പിതാവ് ആരായിരുന്നു? എ. യെറോഹാം. ബി. എൽക്കാന. സി. സൂഫ്. ഡി. തോഹു. ഉത്തരം ഡി. തോഹു. ചോദ്യം 117. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഇത് ആരുടെ വാക്കുകൾ? എ. പെനീന്നായുടെ. ബി. സാറായുടെ. സി. അന്നായുടെ. ഡി. ഹന്നായുടെ. ഉത്തരം ഡി. ഹന്നായുടെ. ചോദ്യം 118. ഹന്നായുടെ കീർത്തനത്തിൽ 1 സാമുവേൽ 2:8 എത്ര കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്? എ. 2. ബി. 3. സി. 4. ഡി. 5. ഉത്തരം ഡി. 5. ചോദ്യം 119. പൂരിപ്പിക്കുക. ഞാൻ അവനെ കർത്താവിനോട് ഡാഷ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. എ. പ്രാർത്ഥിച്ചു വാങ്ങിയതാണ്. ബി. ചോദിച്ചു വാങ്ങിയതാണ്. സി. അപേക്ഷിച്ച് വാങ്ങിയതാണ്. ഡി. യാചിച്ചു വാങ്ങിയതാണ്. ഉത്തരം ബി. ചോദിച്ചു വാങ്ങിയതാണ്. ചോദ്യം 120. സാമുവലിന് എത്ര സഹോദരിമാർ ഉണ്ടായിരുന്നു? എ. 2. ബി. 3. സി. 4. ഡി. ഇല്ലായിരുന്നു. ഉത്തരം എ. 2. ചോദ്യം 121. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ പെനീന്ന ഹന്നായെ എന്തു ചെയ്തിരുന്നു? എ. അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. ബി. ഭീഷണിപ്പെടുത്തിയിരുന്നു. സി. നിന്ദിച്ചിരുന്നു. ഡി. പ്രകോപിപ്പിച്ചിരുന്നു. ഉത്തരം ഡി. പ്രകോപിപ്പിച്ചിരുന്നു. ചോദ്യം 122. ആരുടെ പാദങ്ങളെയാണ് കർത്താവ് കാക്കുന്നത്? എ. തൻ്റെ വിശ്വസ്തരുടെ. ബി. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ. സി. തൻ്റെ മക്കളുടെ. ഡി. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ. ഉത്തരം എ. തൻ്റെ വിശ്വസ്തരുടെ. ചോദ്യം 123. ആരെ കൂടുതൽ സ്നേഹിച്ചിരുന്നു എന്നാണ് 1 സാമുവേൽ 1:5 പറയുന്നത്? എ. എൽക്കാന പെനീന്നായെ. ബി. ഹന്ന എൽക്കാനയെ. സി. എൽക്കാന ഹന്നായെ. ഡി. ഹന്ന പെനീന്നായെ. ഉത്തരം സി. എൽക്കാന ഹന്നായെ. ചോദ്യം 124. 1 സാമുവേൽ 2:5 പ്രകാരം ആരാണ് നിരാലംബയാകുന്നത്? എ. വിധവയായവൾ. ബി. സന്താന സമ്പത്തുള്ളവൾ. സി. വന്ധ്യയായിരുന്നവൾ. ഡി. കർത്താവിനെ മറന്നവൾ. ഉത്തരം ബി. സന്താന സമ്പത്തുള്ളവൾ. ചോദ്യം 125. എപ്രകാരം മേലിൽ സംസാരിക്കരുത് എന്നാണ് 1 സാമുവേൽ 2:3 പറയുന്നത്? എ. അഹന്തയോടെ. ബി. അഹങ്കാരത്തോടെ. സി. ഗർവോടെ. ഡി. ധാർഷ്ട്യത്തോടെ. ഉത്തരം എ. അഹന്തയോടെ. ചോദ്യം 126. നിന്റെ കുടുംബത്തിൽ എപ്രകാരമുള്ളവർ ഇനിമേൽ ഉണ്ടാവുകയില്ല എന്നാണ് കർത്താവ് അയച്ച ഒരാൾ ഏലിയോട് പറയുന്നത്? എ. ആരോഗ്യമുള്ളവർ. ബി. പുരോഹിതനാകാൻ യോഗ്യതയുള്ളവർ. സി. പ്രായം ചെന്നവരായി ആരും. ഡി. നേതാവാകാൻ കഴിവുള്ളവർ. ഉത്തരം സി. പ്രായം ചെന്നവരായി ആരും. ചോദ്യം 127. ദാവീദിൻ്റെ ഭരണകാലഘട്ടം ഏതാണ്? എ. BC 1010 മുതൽ 970 വരെ. ബി. BC 1020 980. സി. BC 1030 970. ഡി. BC 1010 960. ഉത്തരം എ. BC 1010 മുതൽ 970 വരെ. ചോദ്യം 128. പൂരിപ്പിക്കുക. വന്ധ്യത നിമിത്തം അവളുടെ ഡാഷ് അവളെ വേദനിപ്പിച്ചിരുന്നു? എ. സ്വപത്നി. ബി. സഹോദരി. സി. ദാസി. ഡി. സപത്നി. ഉത്തരം ഡി. സപത്നി. ചോദ്യം 129. ആരോട് പറഞ്ഞു? അവൻ അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു. എ. ഏലി തൻ്റെ ഭൃത്യന്മാരോട്. ബി. ഏലി തൻ്റെ ശിഷ്യന്മാരോട്. സി. ഏലി തൻ്റെ പുത്രന്മാരോട്. ഡി. ഏലി പുരോഹിതരോട്. ഉത്തരം സി. ഏലി തൻ്റെ പുത്രന്മാരോട്. ചോദ്യം 130. ആര് നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്നാണ് ഏലി ഹന്നായോട് പറയുന്നത്? എ. രക്ഷകനായ ദൈവം. ബി. കരുണാമയനായ ദൈവം. സി. ഇസ്രായേലിൻ്റെ ദൈവം. ഡി. അബ്രാഹത്തിൻ്റെ ദൈവം. ഉത്തരം സി. ഇസ്രായേലിൻ്റെ ദൈവം. ചോദ്യം 131.
ആരുടെ പാപമാണ് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നത്? എ. ജനത്തിൻ്റെ, ബി. പുരോഹിതൻ്റെ, സി. ഏലിയുടെ ഭൃത്യന്മാരുടെ, ഡി. ഏലിയുടെ പുത്രന്മാരുടെ. ഉത്തരം ഡി. ഏലിയുടെ പുത്രന്മാരുടെ. ചോദ്യം 132. ഈ ദാസിയെ എന്തായി വിചാരിക്കരുതേ എന്നാണ് ഹന്ന ഏലിയോട് അപേക്ഷിക്കുന്നത്? എ. അധപ്പതിച്ച ഒരുവളായി, ബി. വഴിപിഴച്ച ഒരുവളായി, സി. ഒരു അഭിസാരികയായി, ഡി. ഒരു അവിശ്വാസിയായി. ഉത്തരം എ. അധപ്പതിച്ച ഒരുവളായി. ചോദ്യം 133. 1 സാമുവേൽ 1-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്താണ്? എ. ഹന്നായുടെ കീർത്തനം, ബി. ഏലിയുടെ പുത്രന്മാർ, സി. സാമുവേലിൻ്റെ ജനനം, ഡി. സാമുവേലിനെ വിളിക്കുന്നു. ഉത്തരം സി. സാമുവേലിൻ്റെ ജനനം. ചോദ്യം 134. ആരാണ് സംതൃപ്തി അടയുന്നത്? എ. ദൈവത്തിൽ ആശ്രയിച്ചവർ, ബി. എളിമയുള്ളവർ, സി. വിശപ്പ് അനുഭവിച്ചിരുന്നവർ, ഡി. നീതിമാന്മാർ. ഉത്തരം സി. വിശപ്പ് അനുഭവിച്ചിരുന്നവർ. ചോദ്യം 135. മക്കളുണ്ടായിരുന്ന എൽക്കാനയുടെ ഭാര്യയുടെ പേരെന്ത്? എ. പെനീന, ബി. സൂസന്ന, സി. ഹന്ന, ഡി. സലോമി. ഉത്തരം എ. പെനീന. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.